Let us discuss some of the solved examples of inductance. First problem is a solved problem in text example 1 in page number 15. A short solenoid of length L1 of radius R and N1 turns per unit length lies on the axis of a very long solenoid with N2 turns per unit length. The question, what is the flux through the long solenoid, and the mutual inductance between two coils? കോയാക്സിയൽ ആയിട്ടുള്ള രണ്ട് സോളിനോയിഡ്സ് ആണ്, ഒരു ഷോർട്ട് സോളിനോയിഡും ഒരു ലോങ് സോളിനോയിഡും. രണ്ടിന് പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, ഫ്ലക്സ് എത്രയാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദീസ് കോയിൽസ്. Now we know the magnetic field of a solenoid is B is equal to mu 0 N2I. ഈ ലോങ് സോളിനോയിഡ് കൂടെ I കറണ്ട് പോവാണ്. N2 ആണ് അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എങ്കിൽ the magnetic field within the large solenoid is B is equal to mu 0 N2I. Now ദി ഫ്ലക്സ് ത്രൂ എ സിംഗിൾ ലൂപ്പ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്തിരിക്കുന്നത്, ഈ ഷോർട്ട് സോളിനോയിഡ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഷോർട്ട് സോളിനോയിഡിലെ ഒരു ലൂപ്പിൽ കൂടെ പോകുന്ന ഫ്ലക്സ് ത്രൂ എ സിംഗിൾ ലൂപ്പ് ഓഫ് ഷോർട്ട് സോളിനോയിഡ്, വി നോ ഫ്ലക്സ് ഈസ് ദി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ബി ഡോട്ട് ഡി എ. ഇവിടുത്തെ ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഏരിയയാണ്. ഈ സോളിനോയിഡിൻ്റെ ഈ ഒരു ലൂപ്പിൽ സിംഗിൾ ലൂപ്പ് വരുന്ന അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണോ അതാണ് ഇവിടുത്തെ ഏരിയ വരുന്നത്. Now we can see റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് കറണ്ട് ഇങ്ങനെ ഈ കോയിലിൽ സോളിനോയിഡിൽ സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് ഓഫ് ദി സോളിനോയിഡാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് വരുന്നത്. ഇനി ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു സിംഗിൾ ലൂപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ അതും ഈ ഡയറക്ഷനിലാണ്. ഡി എ എന്നുള്ള ഏരിയയും, അപ്പോൾ ഏരിയയും ബിയും ഡി എയും സെയിം ഡയറക്ഷനിലാണ് വരുന്നത്. സോ ബി ഡോട്ട് ഡി എ ഇസ് ബി ഡി എ. Then within the solenoid B is constant. So B is constant, we can take B outside. Then പിന്നെ വരുന്നത് B into integral dA ആണ്. B into integral dA. So integral dA is the area cross sectional area of that single loop A. So that is equal to B എന്താണ്? B within the solenoid, larger solenoid is mu 0 N2I and area ഇതിൻ്റെ റേഡിയസ് R ആണെങ്കിൽ pi R square. അതാണ് ഒരു സിംഗിൾ ലൂപ്പിനോട് അസോസിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സ്. ഇനി നമുക്ക് കാണേണ്ടത് ഈ ടോട്ടൽ ഈ ഷോർട്ട് സോളിനോയിഡിൽ വരുന്ന ഫ്ലക്സ് ആണ്. സോ ഇതിൽ N1 ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ഷോർട്ട് സോളിനോയിഡ് ഈസ് 5 dot is equal to ഫ്ലക്സ് ഓഫ് സിംഗിൾ ലൂപ്പ് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. സോ 5 ഇൻറ്റു എത്ര നമ്പർ ഓഫ് ടേൺസ് എന്താ? N1 ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഷോർട്ട് സോളിനോയിഡിൻ്റെ ലെങ്ത് സ്മോൾ എൽ ആണെങ്കിൽ സോ L ടൈംസ് N1 will give you the total number of turns in the short solenoid. So 5 total is this 5 of single solenoid times number of turns, that is N1L. Now the mutual inductance is defined as the flux divided by current. Flux is proportional to current. That proportionality constant is actually mutual inductance. So mutual inductance is the total flux associated with this coil divided by the current flowing. So E expression divided by I. So mu 0 N1 N2 L pi R square. Now if there is an iron core, ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഫ്ലക്സ് ലീക്കേജ് കുറയ്ക്കാനായിട്ട് ഒരു അയൺ കോർ വെക്കുകയാണെങ്കിൽ, ഒരു വിത്ത് റിലേറ്റീവ് പെർമിയബിലിറ്റി mu R വെക്കുകയാണെങ്കിൽ ദി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിൽ ബി mu 0 mu R. ഇത് ഫ്രീ സ്പേസിലാണ്. നമ്മളിവിടെ mu 0 N2I എന്ന് പറയുന്നത് ഫ്രീ സ്പേസിലെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഒരു അയൺ കോറും കൂടി ഉണ്ടെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി കൂടെ ഒരു mu 0 mu R N1 N2 L pi R square. Pi R square is the area of the short solenoid, cross sectional area of the short solenoid. ഇനി ഇതേ പ്രോബ്ലം തന്നെ ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് വർക്കൗട്ട് ചെയ്യാനാണെങ്കിൽ, ഒരു കോയിൽ മാത്രമുള്ളെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസിനും ഇതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദി പ്രോപ്പർട്ടി ദാറ്റ് ഒപ്പോസസ് ദി ചേഞ്ച് ഇൻ കറൻറ്റ് ഡ്യൂ ടു ദി ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ സെയിം കോയിൽ. അപ്പോൾ ഈ രണ്ട് കോയിലിന് പകരം ഈ കോയിലിനെ കുറച്ച് വലുതാക്കി ഈ സെയിം കോയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിനുള്ള എക്സ്പ്രഷൻ കിട്ടും. സെൽഫ് ഇൻഡക്റ്റൻസ് വരുമ്പോൾ ആകെ വരുന്ന ഡിഫറൻസ് രണ്ടും സെയിം കോയിലാണ്. സോ N1 ഷുഡ് ബി ഈക്വൽ ടു N2. അതാണ് അവിടെ വരുന്ന ഡിഫറൻസ് മാത്രം വരുന്നുള്ളൂ.
പിന്നെ രണ്ടിൻ്റെയും റേഡിയസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ n1 ഈക്വൽ ടു n2 ഇസ് ഈക്വൽ ടു n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ്, സെയിം കൺസെപ്ച്വൽ ഡെറിവേഷൻ. സോ വിൽ ഗെറ്റ് mu0 mu r n square. n1 n2 become n square. N is the number of turns per unit length of the single solenoid. L and length pi r square area. So that is also a solved problem in solved problem 2 in page number 44, I think. Okay. Now another problem. Example 15. Two identical coils A and B with 100 turns each lies parallel planes, so as 80% of the flux produced by the first coil, one coil, linked with the other coil. If a current 5 ampere flowing in A produces a flux phi1 equal to 0.5 milliweber in it, find the mutual inductance between two coils. രണ്ട് സെപ്പറേറ്റഡ് നിയർ ബൈ ഇരിക്കുന്ന കോയിൽസ് എ ബി രണ്ടും 100 ടേൺസ് ആണ്. ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 5 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് കോയിലിൽ കൂടെ 5 ആംപിയർ കറണ്ട് പോവുകയാണെങ്കിൽ, I1 5 ആംപിയർ കറണ്ട് പോവുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഡയറക്റ്റ്ലി ഗിവൺ ആണ്. ഫ്ലക്സ് ഈസ് 0.5 milliweber. അത്രയാണ് അവിടുത്തെ, ഇറ്റ്സ് നോട്ട് milliweber, വെബർ മീറ്റർ അല്ലേ. ഫ്ലക്സ് ഈസ് I don't know. It is it is milliweber. 5.1 is milliweber. Okay. Now what is the mutual inductance between these two? One more information is given. That is 80% of flux produced by. ഇവിടെ ഈ 5.1 ഈ കോയിലിൽ കൂടെ 5 ആംപിയർ പോകുമ്പോൾ 5.1 ഈക്വൽ ടു 0.5 milliweber ആണെങ്കിൽ ഈ എൻറ്റയർ 5.1 സെക്കൻഡ് കോയിലിന് കിട്ടുന്നില്ല. ഇത് സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 80% ഫ്ലക്സ് മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ കോയിലിന് കിട്ടുന്ന ഫ്ലക്സിനെ നമ്മൾ φ2 എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ φ2 ഈസ് 80% ഓഫ് 5.1. കാരണം ഇത് രണ്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ 80% ഇവിടെ കിട്ടുന്നുള്ളൂ. അതാണ് വേറെ തന്നിരിക്കുന്ന കാര്യം. പിന്നെ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം ഇസ് ഈക്വൽ ടു ഫ്ലക്സ് ഡിവൈഡഡ് ബൈ കറൻറ്റ്. സോ ഈ കോയിലിൽ കിട്ടുന്ന ഫ്ലക്സ് φ2 ആണ്. ഇതിലെ നമ്പർ ഓഫ് ടേൺസ് n2 ആണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ഇൻ ദിസ് കോയിൽ ഈസ് n2 φ2 ഡിവൈഡഡ് ബൈ I. Now നമുക്ക് കിട്ടുന്നത് φ2 ആണ്. ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് കോയിൽ ഈസ് φ1 ഈസ് 0.5 into 10 raised to minus 3 Weber. Then φ2 is 80%. So 0.8 അല്ലെങ്കിൽ 80 divided by 100 into 0.5. So φ2 കിട്ടി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. 8 millihenry ആണ് അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. Then another coil, another example. Almost the same example. രണ്ട് neighboring coils ഉണ്ട്. Number of turns n1 and n2 are given. Current I1 equal to 5 ampere is flowing. That will produce a flux phi1 is equal to 0.6 milliweber. Then again ഈ second coil 5 ampere പോവുകയാണെങ്കിൽ that will produce a flux of phi2 is equal to 0.8 millihenry. Then ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 60% ആണ് ഇവിടെ കിട്ടുന്നത്. φ21 is equal to 0.6 times phi1, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. And question, what is the mutual inductance and coefficient of coupling? ഓക്കെ. ഇപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്ക് കാണാം. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ്. 60% എന്ന് മാത്രം കൊടുത്താൽ മതി. ദെൻ കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് K is equal to M divided by square root of L1 L2. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ കിട്ടി. അപ്പോൾ ഇതിൽ സെൽഫ് ഇൻഡക്റ്റൻസും കൂടെ കാണുന്ന അത്രയേ ഉള്ളൂ. സോ സെൽഫ് ഇൻഡക്റ്റൻസ് L1 is equal to N1 phi1, ഫസ്റ്റ് കോയിലിൻ്റെ പ്രോപ്പർട്ടി. ഫസ്റ്റ് കോയിലിൻ്റെ ടോട്ടൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ഫ്ലോയിങ് ഇൻ ദ ഫസ്റ്റ് കോയിൽ വിൽ ഗിവ് യു L1. ഈ സെക്കൻഡ് കോയിലിൽ total flux divided by the current flowing will give you L2. So L1, L2 and M are known. You can find the coefficient of coupling as 0.586. Another example is two inductances are connected in connected in series. So what is the effective inductance? രണ്ട് ഇൻഡക്റ്റൻസുകൾ ഒരു സർക്യൂട്ടിൽ രണ്ട് ഇൻഡക്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് ഇൻഡക്റ്റൻസ് എത്രയാണ്? ജസ്റ്റ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ എക്സ്പ്രഷനെ നമുക്ക് ഡയറക്റ്റ് കിട്ടാവുന്നതാണ്. ഫൈനൽ ആൻസർ, ഇഫക്റ്റീവ് ഇൻഡക്റ്റൻസ് ഈസ് L1 plus L2 plus 2 times mutual inductance.
അത് സിംപ്ലി ലീനിയർലി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. L1 ഫസ്റ്റ് കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് സെൽഫ് ഇൻഡക്റ്റൻസ് പ്ലസ് സെക്കൻഡ് കോയിലിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് പ്ലസ് 2 ടൈംസ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇനി രണ്ട് കോയിലുകൾ ഇതിൽ അസ്യൂം ചെയ്ത് രണ്ട് കോയിലുകൾ ഒരേ രീതിയിൽ ക്ലോക്ക് വൈസ്, ഫോർ എക്സാമ്പിൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് രണ്ട് കോയിലുകളും വൈൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കിതിന് ഈ ഒരു എക്സ്പ്രഷനാണ് കിട്ടുക. ഇനി ഒന്ന് ക്ലോക്ക് വൈസും ഒരു കോയിൽ ക്ലോക്ക് വൈസും മറ്റേ കോയിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരുമ്പോൾ നെഗറ്റീവ് സൈൻ വരും. L = L1 + L2 - 2M. ഒരു കൺസെപ്റ്റ് കൂടെ ഇത് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇറ്റ് ഈസ് നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ് ഓഫ് ദി കോയിൽ. നമ്മൾ കണ്ടു ഒരു വൈൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്തുണ്ടാവും, സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടാവും. സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് ദി ഇലക്ട്രിക്കൽ ഇനേർഷ്യ. ആ സർക്യൂട്ടിലെ കറണ്ട് ഗ്രോ ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില കേസുകളിൽ നമുക്ക് അൺഡിസേബിൾ ആണ്. ഫോർ എക്സാമ്പിൾ റെസിസ്റ്റൻറ്റ് ബോക്സുകളിൽ നമ്മൾ 2 ohm 5 ohm അതൊക്കെ എടുക്കുന്നത് അതിന് താഴെ വയറുകൾ വൂണ്ട് ചെയ്തിട്ടാണ്, ഒരു ഫിക്സഡ് ലെങ്ത്തിലുള്ള വയറുകൾ, സ്റ്റാൻഡേർഡ് വയറുകൾ വൂണ്ട് ചെയ്തിട്ടാണ് ആ റെസിസ്റ്റൻസുകൾ എടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ അത് റെസിസ്റ്റൻറ്റ് ബോക്സായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ എന്താണ് ഇൻഡക്റ്റൻസ് വന്ന് കറണ്ട് ഗ്രോ ചെയ്യാതിരിക്കുക, ആ ട്രാൻസിയൻ്റ് ഇഫക്റ്റ് വരുന്ന അൺഡിസേബിൾ ആണ്. റെസിസ്റ്റൻറ്റ് ബോക്സ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ട്രാൻസിയൻ്റ് ഇഫക്റ്റ്, സെൽഫ് ഇൻഡക്റ്റൻസ് ആ കറണ്ടിനെ ഗ്രോ ചെയ്യോ ഡീകേ ചെയ്യോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഇഫക്റ്റ് അൺഡിസേബിൾ ആണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നോൺ ഇൻഡക്റ്റീവ് ടൈപ്പ് വൈൻഡിങ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു പെയറായിട്ടാണ്, അതായത് ഇതിനെ ടോട്ടൽ വയറിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അത് വൂണ്ട് ചെയ്യുകയാണ്. എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിതിൽ കൂടെ ഈ റെസിസ്റ്റൻസ് പർപ്പസിന് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ഈ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ കറണ്ട് പോയിട്ട് ഇവിടെ വന്ന് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വൈൻഡിങ്ങിലും ഓരോ ടേണിലും കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണോ അതേ സെയിം കറണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടാകുന്നത്. സോ ആ മാഗ്നറ്റിക് ഇഫക്ട്സ് ക്യാൻസൽ ചെയ്യുകയാണ്. അങ്ങനെ ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് ഇല്ലാതെ ഇൻഡക്റ്റൻസ് കുറഞ്ഞ ഒരു രീതിയിൽ നോൺ ഇൻഡക്റ്റീവ് വൈൻഡിങ്, സെൽഫ് ഇൻഡക്റ്റൻസ് അൺഡിസേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് അത്തരത്തിലുള്ള വൈൻഡിങ് ഉപയോഗിച്ചിട്ട് അതിനെ കുറയ്ക്കാൻ പറ്റും.